ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് എങ്ങനെയാണ് എൻ്റെ ഈ വീട്ടിലത്തെ ഫിഷ് ടാങ്ക് എന്ന് പറയുന്നത് ഒരു 10-12 വർഷം പഴക്കം കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ വീട്ടിൽ വാശി പിടിച്ചിട്ട് മേടിച്ച ഒരു ഫിഷ് ടാങ്ക് ആണ് ഈ ഒരു ഫിഷ് ടാങ്ക്. അന്ന് മേടിക്കുമ്പോൾ എത്രയോ 2000 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഒരു അക്വേറിയം ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഈ ഒരു ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ റെഗുലർ ഇൻ്റർവൽ ഓഫ് മന്ത്സ് അല്ലെങ്കിൽ 2 മാസമൊക്കെ കൂടുമ്പോൾ ക്ലീൻ ചെയ്യണതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറേ നാളായി ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിൽ എപ്പോഴും പറയും മോനെ ഇതൊന്ന് ക്ലീൻ ആക്കടാ എന്ന് എപ്പോഴും പറയും. പക്ഷെ എനിക്കൊരു മൂഡ് ഉണ്ടാവാറില്ല. അങ്ങനെ എനിക്ക് ഇന്നാണ് ആ മൂഡ് വന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ അത് ചെറുതായാലും വലുതായാലും അതിലുള്ള മീനുകൾ, ഇപ്പോൾ ഇതിലുള്ളത് 4 കോഴിക്കാർപ്പ് എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ ഈ മീൻ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 1.5 വർഷമൊക്കെ ആയിട്ട് ഇപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കണത്. അപ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം മാറ്റുമ്പോൾ അതിലുള്ള വെള്ളം നമ്മൾ എടുത്തിട്ട് അതിൽ മീനിട്ടിട്ട് വേണം നമ്മൾ ഫിഷ് ടാങ്ക് ഏത് ഫിഷ് ടാങ്ക് ആയാലും ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ 4 മീനിനെ പിടിച്ചിട്ടു. പിന്നെ ഈ ഒരു ഫിഷ് ടാങ്ക് എന്ന് പറയാന്ന് വെച്ചാൽ കുറേ മീനുകൾ ജനിച്ചിട്ടും വളർന്നിട്ടും മരിച്ചിട്ടൊക്കെ ഉള്ള ഒരു ടാങ്ക് ആട്ടോ. കാരണം അത്രയധികം മീനുകളെ ഞാൻ വളർത്തിയിട്ടുണ്ട്. പല മീൻ, അതായത് ഫ്ലവർ ഹോൺ, പിന്നെ അരോണ, ഗോൾഡൻ ഫിഷ്, ഗപ്പി, അങ്ങനെ കുറേ മീനുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് കുറേ നാൾ നിന്ന മീനാണ് കേട്ടോ ഈ ഒരു കോഴിക്കാർപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഉള്ളിലത്തെ കുറേ കണ്ടില്ല, ഇതൊക്കെ ഭയങ്കര കളറൊക്കെ പോയി ഫുൾ ചെളി എന്ന് വെച്ചാൽ ഫുൾ ചെളിയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മീനുകൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് തോന്നുന്നു ഈ ചെളി വെള്ളത്തിലൊക്കെ നിൽക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു അരോചകത്വം തോന്നും. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഫിഷ് ടാങ്ക് ഇരിക്കുമ്പോൾ അത് അതിൻ്റെതായ ഭംഗിയിൽ തന്നെ ഇരിക്കേണ്ട. അങ്ങനെ ഞാൻ ഇത് ഫിൽറ്ററിൻ്റെ സ്പോഞ്ച് തന്നെയാട്ടോ, ഫിൽറ്ററിൻ്റെ സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ക്ലീൻ ചെയ്യണത്. അങ്ങനെ ഞാൻ ഉരച്ച് ഇതുപോലെ നല്ല വെള്ളവും ഇതുപോലെ ആക്കി അത്യാവശ്യം കുറച്ച് നേരം എടുത്തു. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇത്ര അഴുക്ക് വരില്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു 5-6 മാസമായിട്ട് ക്ലീൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഈ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് ഫംഗി വരാതിരിക്കാൻ, അത് ഫംഗലായിട്ടുള്ള മറ്റേ അഴുക്കുകളൊക്കെ കൂടുതൽ വരാതിരിക്കാണ് ഫംഗി ബ്ലൂ എന്നാണ് പേര്. അങ്ങനെയാണ് ഞാൻ ഈ ഡ്രോപ്പ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളം ക്ലിയർ ആയിരിക്കും, ഒരു ബ്ലൂ കളറും ആയിരിക്കും വെള്ളം വരാം. അങ്ങനെ ഞാനിതിങ്ങനെ ഉരച്ച് കഴുകി. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എപ്പോഴും പറയും ഇത് എന്തിട്ടാണോ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കണം. അപ്പോൾ ഒരു ഹൊറർ എക്വേറിയം എങ്ങനെ ഒരു ഹെവൻ എക്വേറിയമായി മാറിയെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണത്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നാളെ എന്ന് വെക്കാതിരിക്കുക. നാളെ എന്ന് വെക്കുമ്പോൾ നമ്മൾ നീളെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോകും. അങ്ങനെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫൈനൽ ലുക്ക് കാണാൻ നോക്കൂ, എന്ത് രസമല്ലേ കാണാൻ. ഇപ്പോൾ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇനി തൊട്ടൊരു കാര്യം തീരുമാനിച്ചു, അഴുക്കാവുമ്പോഴേക്കും ഞാൻ വേഗം ക്ലീൻ ചെയ്യും. അപ്പോൾ ഈ ഒരു എക്വേറിയത്തിൻ്റെ കാര്യമല്ല, നമ്മുടെ ജീവിതത്തിലത്തെ ഓരോ കാര്യയിലും നമ്മൾ നാളത്തേക്ക് വെക്കാണ്ട് ഇന്ന് തന്നെ ചെയ്തു നോക്കൂ. അതിന് എന്തായാലും വ്യത്യാസവും നമ്മുടെ ലൈഫിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരും. അപ്പോൾ കണ്ടില്ലേ, ഈ മീനുകളും ഹാപ്പിയാണ്, നല്ല അടിപൊളിയായിട്ട് അവരെയും കാണാനും പറ്റുന്നുണ്ട്. എന്ത് ഭംഗിയെ ഇപ്പോൾ കാണാൻ, നമുക്കും അത് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഈ ഫിഷ് ടാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?